എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫെബ്രുവരി 2025 ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Cups, Nine of Swords, okay. Magician energy, Three of Cups, Ten of Swords, okay. Page of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് കപ്സ് 10 ഓഫ് സോഡ്സ് എനർജിയാണ്. ജീവിതത്തിൽ അടുത്തിടയ്ക്ക് നിങ്ങൾ കുറച്ചധികം തന്നെ അതായത് അമിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പൈസ ചിലവാക്കുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, ആവശ്യത്തിൽ കവിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമിതമായിട്ട് പണം ചിലവാക്കുന്നു ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിലായിക്കോട്ടെ മറ്റു കാര്യത്തിൽ അമിതമായിട്ട് ചിലവാക്കുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം ആവശ്യത്തിന് ചിലവാക്കുക, ആവശ്യത്തിന് പണമായാലും അല്ലാത്ത കാര്യങ്ങളായാലും എല്ലാം ആവശ്യത്തിന് എന്നുള്ള രീതിയിലാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും. അതിൽ മാറ്റം വരുന്നുണ്ട്. ഭക്ഷണം ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി. അതേപോലെ ജങ്ക് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറയ്ക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും വീട്ടിൽ കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കി നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ വരുന്നുണ്ട്. അതേ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ ദഹനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പല സംഘർഷങ്ങളുടെയും പല ടെൻഷൻ, പല സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിന് നിങ്ങളെ അലട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിൽ നിങ്ങളുടെ പല കാര്യങ്ങളിലും ഒരു അവസാനത്തെ സ്റ്റെപ്പ് എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സംബന്ധിച്ച കാര്യത്തിലായിക്കൊള്ളട്ടെ, പഠിത്തം, ജോലി, പല കാര്യങ്ങളിലും ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് കൂടി വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു സമയം എന്ന് പറയാവുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 9 ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അനാവശ്യമായിട്ട് ഒത്തിരി ടെൻഷൻ കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മത്സര പരീക്ഷകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് അതായത് മനസ്സിനെ അലട്ടുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഒരു സ്ട്രെസ്സ് നിങ്ങളെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും അടുത്തിടയ്ക്ക് ഒരു കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർ പ്രത്യേകിച്ച് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് ശരിയാവാം ഒരു പരിധിവരെ. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ നരസിംഹ മന്ത്രം ജപിക്കുന്നത്, ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന നരസിംഹ മന്ത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഉത്തമമായിരിക്കും. കുറഞ്ഞ പക്ഷം കേൾക്കുകയെങ്കിലും ചെയ്യുക. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. നെഗറ്റിവിറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പലരെയും സംബന്ധിച്ച് ഈ ഒരു മാസം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷത്തിൻ്റെ കാര്യം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ സൗഹൃദം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ അടുത്ത സുഹൃത്ത് ആരെങ്കിലും ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും റിട്ടയർമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫെയർവെല് പോലുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ എവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ളതോ നിങ്ങളുടെ അടുത്ത സുഹൃത്തോ അങ്ങനെ ഒരാൾ മാറിപ്പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആഘോഷം, ഫെയർവെല്, അതിൻ്റെയൊക്കെ ഒരു ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു മാസത്തിൽ.
അപ്പോൾ വളരെ അടുപ്പമുള്ള ഏതോ ഒരു സുഹൃത്ത് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നതിൻ്റെ, ഒരേ സമയം തന്നെ ആ വ്യക്തി ജീവിതത്തിൽ മുന്നേറുന്നതിൻ്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമൊക്കെ കലർന്നൊരു ഒരു ഒരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ 9 ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയുക. പല കാര്യങ്ങളും നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാത്തതിനൊരു കാര്യം നമ്മൾ ഭൂതകാലത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ചില ആളുകൾ സ്വയം എപ്പോഴും പഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എപ്പോഴും ഭയങ്കര ദയയാണ്. അത് കാരണം നിങ്ങൾ എന്തൊക്കെയോ ഒത്തിരി അനുഭവിച്ചു, അത് സത്യമായിരിക്കാം, പക്ഷേ അത് അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് സാഹചര്യം, നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പാവം തോന്നുന്ന ഒരു രീതിയെന്ന് നമ്മൾ പറയും. അപ്പോൾ സ്വയം പാവം തോന്നിയിട്ട് കാര്യമില്ല, പറിച്ച് നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് ഈ ഭൂതകാലത്തിൽ ജീവിക്കുന്നത് ഒഴിവാക്കുക. കാരണം പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തോൽവികളൊക്കെ സംഭവിച്ചാൽ, ഇനി വലിയ തോൽവി ആയിക്കൊള്ളട്ടെ, തോൽവികൾ സംഭവിച്ചാൽ പിന്നെ അവിടെ തന്നെ തങ്ങി നിൽക്കും, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കാറില്ല. കഴിഞ്ഞുപോയ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ആ പഴയ കാലത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് ജീവിതം പുരോഗമിക്കുന്നത്. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് കടമൊക്കെ വന്നിട്ടുള്ളവരാണ്, കടബാധ്യത ജീവിത സാഹചര്യത്തിൽ വന്നു അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തവരല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബിസിനസ്സിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ കോളേജ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എക്സാമിൽ തോൽവികളോ ഇതെന്തും തന്നെ ആയിക്കൊള്ളട്ടെ, ഇതിൽ തന്നെ നിങ്ങൾ തങ്ങി നിന്നാൽ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണോ നിങ്ങൾ തോറ്റുപോയിട്ടുള്ളത് വീണ്ടും അവിടെ ശ്രമിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ വീണ്ടും ശ്രമിക്കുക. ആ ഒരു ശ്രമം വിജയം കാണുന്നുണ്ട്. മെജീഷ്യൻ എനർജി ആൻഡ് 10 ഓഫ് സോർട്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട പല കാര്യങ്ങളിലും മുന്നേറുന്ന സമയം. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ വീട് ഓൾറെഡി ഉള്ളവരായിരിക്കാം. അപ്പോൾ വീട് വിൽക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ വീട് വിൽക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല എങ്കിൽ ഈ ഒരു മാസം വീട് വിറ്റ് പോകുന്ന ഒരു സമയം ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വിറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു മുന്നേറ്റം കാണിക്കുന്നത് നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ, ശമ്പള വർധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ മറ്റൊരു സ്ഥലത്ത് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ പുതിയൊരു ജോലിക്ക് ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ഒക്കെയുള്ളൊരു സമയമാണ് ഈ ഒരു മാസം. അതിന് ശ്രമിച്ചാൽ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാവുക, പുതിയ ജോലിയിലേക്ക് കയറാനുള്ള അവസരം ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് എങ്കിൽ പുതിയൊരു ജോലിയിലാണ് നിങ്ങൾക്കൊരു പ്രൊമോഷനോ ശമ്പള വർധനോ ഉയർന്ന സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലായിട്ട്. ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ സാധ്യതകൾ കുറവാണ്. അപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തമമായിട്ട് കാണിക്കുന്നത്. അതിന് പറ്റിയ സമയം കൂടിയിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറുമ്പോൾ പുതിയ ജോലിയിലേക്ക് നല്ലൊരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിവാഹത്തിന് പറ്റിയൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതേപോലെ തന്നെ അടുത്തിടയ്ക്ക് വിവാഹം നടന്നിട്ടുള്ളവരാണ് എങ്കിൽ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ഭയത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന പല കാര്യങ്ങളും അതൊന്നും അത്ര വലിയ കാര്യമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അന്തരീക്ഷമാണ് വിവാഹത്തിന് ശേഷം കാണിക്കുന്നത്. വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും വീട്ടുകാരും ഒക്കെ ആ ഒരു രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഒരു മാജിക് നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തൊരു മാന്ത്രിക ലോകത്തിലെ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ട് ടെൻഷൻ, ഉറക്കമില്ലായ്മ, അതായത് ആരോഗ്യപരമായിട്ട്
പ്രായത്തിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ബന്ധപ്പെടുത്തി ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അത് നിങ്ങൾ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ രാവിലെ നടക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി മറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.